ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മളിത് നോക്കാൻ പോകുന്നത് സയൻസ് സെക്കൻഡ് യൂണിറ്റിൻ്റെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ ഞാൻ പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 7th സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ സബ്ജക്ട്സും ഇതുവരെ ആഡ് ചെയ്തതിൻ്റെ വീഡിയോസ് ആ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത് എന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റെലവൻറ്റ് ടു എ പ്ലെയിൻ മിറർ? ഒരു പ്ലെയിൻ മിററിൻ്റെ കേസിൽ, ഒരു സാധാരണ നമ്മളുടെ കണ്ണാടിയുടെ കേസിൽ ഏതാണ് റെലവൻ്റ് അല്ലാത്തത്? ഏത് ഓപ്ഷനാണ് ഈ 4 അപ്ലിക്കബിൾ അല്ലാത്തത് എന്ന് പറയുന്നത്? ട്രൂ അല്ലാത്ത ഓപ്ഷനാണ് നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് എന്താ പറയുന്നത് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് കോസസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ആലോചിച്ച് നോക്കൂ, ഒരു ലൈറ്റ് നമ്മുടെ മിററിൻ്റെ മുകളിൽ വീഴുമ്പോൾ അത് ഡിസ്പേഴ്സ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഏതാണ് അതിൻ്റെ ആൻസർ വരിക? കോസസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ് റെലവൻ്റ് അല്ലാത്തത്. അപ്പോൾ എ ആണ് നിങ്ങളുടെ ആൻസർ വരിക. നെക്സ്റ്റ് എന്താ പറയുന്നത്? ബി, റിഫ്ലെക്സ് ലൈറ്റ്. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലേ? ഒരു മിററിൻ്റെ മുകളിൽ ലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്ലെയിൻ മിററിൻ്റെ കേസിൽ ട്രൂ ആണ്. സി, പ്രൊഡ്യൂസസ് ലാറ്ററൽ ഇൻവേർഷൻ. നമ്മുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് ആയിട്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് ആയിട്ടും തോന്നിപ്പിക്കും. അപ്പോൾ ലാറ്ററൽ ഇൻവേർഷനും കറക്റ്റാണ്. വെർച്വൽ ഇമേജ് അല്ലേ? വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ കണ്ണാടിയിൽ ഉണ്ടാകുന്ന ഇമേജ് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതും ശരിയാണ് പ്ലെയിൻ മിററിൻ്റെ കേസിൽ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. കോസസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ് പ്ലെയിൻ മിററിൻ്റെ കേസിൽ ട്രൂ അല്ലാത്തത്. സെക്കൻഡ് വൺ നോക്കാം. 3 transparent objects are arranged in path of a light beam. Which is the correct statement about them? പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ 3 റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഗ്ലാസസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് കറക്റ്റ് ഓർഡർ എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്? ഗ്ലാസ് ഷീറ്റ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. കോൺകേവ്, കോൺവെക്സ്, ഗ്ലാസ് ഷീറ്റ്, അങ്ങനെ പല ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. അപ്പോൾ ഈ പിക്ചർ ഒന്ന് നോക്കാം. ഫസ്റ്റ് എന്താ ഉണ്ടാവുന്നത്? ഈ ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്, അത് നേരെ ഇങ്ങനെ പോവുകയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? കോൺവെക്സ് മിററും കോൺകേവ് മിററും പഠിച്ചു. കോൺവെക്സ് മിറർ എന്താ ചെയ്യുക? കോൺവെക്സ് മിറർ, ഇതാണ് കോൺവെക്സ് മിറർ എങ്കിൽ അതിലേക്ക് ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ ആ ലൈറ്റിനെ കോൺവെക്സ് മിറർ ഒരുമിപ്പിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതാണ് കോൺവെക്സ് മിററിൽ പഠിച്ചത്. കോൺകേവ് മിററിൽ എന്താ പഠിച്ചത്? ഇതാണ് കോൺകേവ് മിറർ എങ്കിൽ അതിലേക്ക് ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ ആ ലൈറ്റിനെ ഇങ്ങനെ 2 സൈഡിലേക്കും, അതായത് ആ ലൈറ്റിനെ ഒരുമിപ്പിക്കില്ല ചെയ്യുക, അകറ്റി വിടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ പിക്ചർ ഒന്ന് നോക്കൂ. ഫസ്റ്റിലിരിക്കുന്നത് കോൺവെക്സ് മിററോ കോൺകേവ് മിററോ ആണോ? വരുന്ന ലൈറ്റ് ഏതെങ്കിലും ഒരുമിപ്പിക്കുകയോ അല്ലെങ്കിൽ അകലേക്ക് വിടുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഏത് ലൈറ്റാണ് ഏത് മിററാണ് ലാസ്റ്റിൽ ഒരുമിപ്പിക്കുന്നത് അതിലേക്ക് വരുന്ന ലൈറ്റിനെ? ഇത് നോക്കൂ, ഇങ്ങനെ ലൈറ്റ് വന്നിട്ട് അതിനെ ഒരുമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് മിററാണിത്? ഇത് എന്ന് പറയുന്നത് കോൺവെക്സ് മിററാണ് അല്ലേ? ഒരുമിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കോൺവെക്സ് മിററാണ്. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ഇത് നോക്കൂ, ലൈറ്റ് നോക്കൂ, തൊട്ട് മുൻപത്തെ മിറർ നോക്കൂ. അതിലെന്താ ചെയ്യുന്നത്? ആ വരുന്ന ലൈറ്റിനെ അകറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് മിററായിരിക്കും? ഇത് കോൺകേവ് മിററായിരിക്കും. വരുന്ന ലൈറ്റിനെ അകറ്റി വിടുന്നുണ്ടെങ്കിൽ അത് കോൺകേവ് മിററായിരിക്കും. അപ്പോൾ ഏറ്റവും മുമ്പിലുള്ളത് എന്ത് മിററായിരിക്കും? അത് പ്ലെയിൻ മിററായിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ വരിക? പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, അങ്ങനെയാണ് വരിക. പ്ലെയിൻ ആയിരിക്കും അല്ലേ? അപ്പോൾ പ്ലെയിൻ ഗ്ലാസ് ഷീറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം പ്ലെയിൻ, കോൺകേവ്, കോൺവെക്സ് ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? ഗ്ലാസ് ഷീറ്റ്, കോൺകേവ്, കോൺവെക്സ് അല്ലേ? അപ്പോൾ ഏതാ നിങ്ങളുടെ ആൻസർ വരിക? ആദ്യത്തെ ഓപ്ഷനാണ് നിങ്ങളുടെ ആൻസർ. ഫസ്റ്റ് വെച്ചിരിക്കുന്നത് ഗ്ലാസ് ഷീറ്റാണ്, പിന്നെ കോൺകേവ് ലെൻസാണ്, പിന്നെ കോൺവെക്സ് ലെൻസാണ്. ഓക്കെ. The third one, rewrite arranging the second and the third column suitably to match the first column. നിങ്ങളോട് match the column ആണ് പറഞ്ഞിരിക്കുന്നത്. പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് നോക്കാം. റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുക. നമ്മൾ പഠിച്ചതാണ് ചാപ്റ്ററിൽ. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ഈസ് നോൺ ആസ് റിഫ്ലക്ഷൻ. അപ്പോൾ റിഫ്ലക്ഷൻ എന്താ വരിക? റിഫ്ലക്ഷൻ്റെ നേരെ വരുന്നത് ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ്. സി ഒബ്ജക്ട്സ്. എന്തിനാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്? നമ്മൾക്ക് സാധനങ്ങൾ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ റിഫ്ലക്ഷൻ, ഒപ്പേക്ക് ഒബ്ജക്റ്റ്, സി ഒബ്ജക്റ്റ്.
റിഫ്രാക്ഷൻ ഏതിലേക്കാണ് മാച്ച് ചെയ്യുന്നത്? റിഫ്രാക്ഷൻ ലെൻസിലേക്കാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മൈക്രോസ്കോപ്പ്. അപ്പോൾ റിഫ്രാക്ഷൻ ലെൻസ് യൂസ്ഡ് ഇൻ മൈക്രോസ്കോപ്പ്. തേർഡ് വൺ വരുന്നത് എന്താ? ഡിസ്പേർഷൻ ആണ്. ഡിസ്പേർഷൻ നമ്മൾ പ്രിസമിലാണ് കണ്ടത് അല്ലേ? ലൈറ്റ് അതിൻ്റെ മുകളിൽ വീണിട്ട് അതിന് ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്നു. റെയിൻബോയുടെ എക്സാമ്പിളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഏതാ വരിക? ഡിസ്പേർഷൻ, പ്രിസം, റെയിൻബോ ഈസ് ഫോംഡ്. ഫോർത്ത് വൺ എന്താ? ഇമേജ് ആണ്. ഇമേജ് നമ്മൾ കാണുന്നത് എവിടെയാണ്? മിററിലാണ് കാണുന്നത്. ടു സീ അവർ ഫേസ്. അപ്പോൾ അങ്ങനെയാണ് മാച്ച് ദ കോളം വരിക. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? ഈസ് ദ ആക്ച്വൽ പൊസിഷൻ ഓഫ് എ ഫിഷ് ഇൻ വാട്ടർ ദ സെയിം ആസ് പൊസിഷൻ അറ്റ് വിച്ച് ഇറ്റ് അപ്പിയേഴ്സ് ടു അസ്? വൈ? നമ്മൾ ഇപ്പോൾ ഒരു കുളത്തിലേക്ക് നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ടാങ്കിൽ നോക്കുകയാണ്, അതിൽ നിറയെ മീനുകളുണ്ട്. ആ മീനുകൾ ശരിക്കും നമ്മൾ കാണുന്ന അതേ പൊസിഷനിലാണോ നിൽക്കുന്നുണ്ടാവുക, അതോ അതിൻ്റെ പൊസിഷൻ വേറെ ആയിരിക്കും? കുളത്തിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ വേഗം ഇത് മനസ്സിലാവും അല്ലേ? എന്താ പറയുന്നത്? നമ്മൾ കാണുന്നുണ്ട് ഒരു മീനെ, പക്ഷെ നമ്മൾ തൊടാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ അത് അതേ പൊസിഷനിൽ തന്നെയാവോ നിൽക്കുന്നുണ്ടാവുക? ആൻസർ എന്താണ്? അല്ല, ഒരിക്കലും നമ്മൾ കാണുന്ന ആ ഒരു ഭാഗത്തല്ല, അല്ലെങ്കിൽ അതേ പൊസിഷനിലായിരിക്കില്ല ആ മീൻ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആൻസർ എന്താണെന്ന് നമുക്ക് വായിച്ച് നോക്കാം. No, the actual position of a fish in water is not the same as the position at which it appears to us. Actual position ഒരിക്കലും നമ്മൾ കാണുന്ന ആ പൊസിഷനിലായിരിക്കില്ല. എന്തുകൊണ്ടാണത്? This is because of refraction. റിഫ്രാക്ഷൻ മൂലമാണ് നടക്കുന്നത്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചതാണ്. രണ്ട് മീഡിയത്തിലൂടെ ഒരു ലൈറ്റ് കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ആ പാത്തിന്, ആ ലൈനിന് ഒരു ഡീവിയേഷൻ സംഭവിക്കും, വ്യതിചലനം സംഭവിക്കും അല്ലേ? സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു ലൈറ്റ് ആണെങ്കിൽ അതൊന്ന് ചെരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുക. ആ റിഫ്രാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മീനിനെ കറക്റ്റ് പൊസിഷനിൽ കാണാൻ പറ്റാത്തത്. എങ്ങനെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്? വെള്ളത്തിലൂടെ ട്രാവൽ ചെയ്തിട്ട് അത് പെട്ടെന്ന് എയറിലേക്ക് കിടക്കുകയല്ലേ? അങ്ങനെയല്ലേ? രണ്ട് മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, വെള്ളത്തിലൂടെയും ട്രാവൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത് പുറത്ത് എയറിലേക്കും ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ആ ട്രാവൽ ചെയ്യുന്ന ലൈറ്റിൻ്റെ പാത്തിന് ചെറിയൊരു ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആൻസർ വായിച്ച് നോക്കാം. ദ ഒബ്ജെക്ട്സ് ഇൻ ദ വാട്ടർ യൂഷ്വലി അപ്പിയേഴ്സ് ടു ബി അറ്റ് എ ഡിഫറെൻറ്റ് ഡെപ്ത് ദാൻ ആക്ച്വൽ ആസ് ദ ലൈറ്റ് റേസ് ട്രാവൽ ഫ്രം വാട്ടർ ഇൻ ടു ദ എയർ. നമ്മൾ കാണുന്ന അതേ ഡെപ്തിൽ, അതേ ആഴത്തിലായിരിക്കില്ല, വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? ദ ലൈറ്റ് റേസ് ട്രാവൽ ഫ്രം വാട്ടർ ടു എയർ. വെള്ളത്തിൽ നിന്നും പുറത്ത് വായുവിലേക്ക് വരുന്നുണ്ട് ആ ലൈറ്റ് റേസ്. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് സംഭവിക്കും എന്ന് പറയുന്നത്. ദ ലൈറ്റ് റേസ് അണ്ടർഗോസ് ഡീവിയേഷൻ വൈൽ ട്രാവലിംഗ് ഇൻ ടു ഡിഫറെൻറ്റ് മീഡിയം. രണ്ട് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും ലൈറ്റ് റേസിനൊരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ? നോ ആണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ എന്ന് എഴുതുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു വി സീ ഇമേജസ് മോർ ക്ലിയർലി? ന്യൂ സ്റ്റീൽ വെസൽ ഓർ എ യൂസ് വൺ? വൈ? ഏതിലാണ് നമ്മൾ കൂടുതൽ ക്ലിയർ ആയിട്ട് നമ്മളുടെ ഇമേജ് കാണുക? പുതിയൊരു സ്റ്റീൽ വെസലിൽ, സ്റ്റീൽ പാത്രത്തിലാണോ പഴയ പാത്രത്തിലാണോ? നമ്മൾ തന്നെ വീട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും എന്തിലാണ് നമ്മൾ കാണാറ്. പുതിയ സ്റ്റീൽ പാത്രത്തിലല്ലേ നമ്മളുടെ മുഖം ക്ലീനായിട്ട് കാണുക. അപ്പോൾ ആൻസർ എന്തായിരിക്കും? വി സീ ഇമേജസ് മോർ ക്ലിയർലി ഇൻ എ ന്യൂ സ്റ്റീൽ വെസൽ. പുതിയ സ്റ്റീൽ വെസലിലാണ് നമ്മളുടെ ഇമേജ് കൂടുതൽ കാണുക. എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ഡ്യൂ ടു റെഗുലർ റിഫ്ലക്ഷൻ. ദിസ് ഈസ് ഡ്യൂ ടു റെഗുലർ റിഫ്ലക്ഷൻ. റെഗുലർ റിഫ്ലക്ഷൻ മൂലമാണ് നമ്മളുടെ ഇമേജ് ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇഫ് ദ സർഫേസ് ഈസ് സ്മൂത്ത് ആൻഡ് ഷൈനി ദ ലൈറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് റെഗുലർലി. നമ്മളുടെ സർഫേസ്, നമ്മൾ നോക്കുന്ന ആ സർഫേസ് സ്മൂത്തും ഷൈനിയുമാണ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു, മിറർ പോലെയോ നല്ല തിളക്കമുള്ള ഫ്ലോ ടൈൽസ് പോലെയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് നന്നായി കാണാൻ പറ്റും അല്ലേ? ദ ലൈറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് റെഗുലർലി. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് റെഗുലർ ആയിരിക്കും, ഒരേ രീതിയിലായിരിക്കും. സോ എ ന്യൂ ഷൈനി സ്റ്റീൽ വെസൽ റിഫ്ലെക്ട്സ് ലൈറ്റ് മോർ ആൻഡ് വി ക്യാൻ ക്ലിയർലി സീ അവർ ഇമേജ് ഇൻ ഇറ്റ്. അതുകൊണ്ട് തന്നെ ഒരു ഷൈനി ആയിട്ടുള്ള സ്റ്റീൽ വെസൽ എന്തായാലും കൂടുതൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും, നമ്മൾക്ക് നമ്മുടെ ഫേസും കൂടുതൽ നന്നായി കാണാൻ പറ്റും അല്ലേ? പുതിയ സ്റ്റീൽ വെസൽ എന്ന് പറഞ്ഞാലൊക്കെ എന്താ, അതിനൊരു തിളക്കമുണ്ടാവും. പഴയ സ്റ്റീൽ വെസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ തിളക്കങ്ങൾ, അതിൻ്റെ ഷൈനിങ് സർഫസൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര അധികമൊന്നും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യില്ല പുതിയൊരു സ്റ്റീൽ വെസലിൻ്റെ പോലെ. അപ്പോൾ ആ കാരണം കൊണ്ടാണ്
റെഗുലർ റിഫ്ലക്ഷൻ കൊണ്ടാണ് നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് നമ്മളെ കാണാൻ പറ്റുന്നത്. ഇതിന് നമുക്ക് ഈ ഡയഗ്രാം കൂടി വരയ്ക്കാം. റെഗുലർ റിഫ്ലക്ഷനിലുണ്ട്, ആ ലൈറ്റ് വന്നത് ഫ്ലോറിൽ തട്ടുന്നു, ഒരേ രീതിയിൽ അത് മുകളിലേക്ക് പോകുന്നു. അതിനെയാണ് നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഡയഗ്രാം കൂടി ഒന്ന് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ ലെറ്റസ് എസ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് കൂടാതെ ചാപ്റ്ററിൻ്റെ ഒരുവിധം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അത് വേറെ 2 വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് പഠിക്കുന്ന നേരത്ത് ഈ വീഡിയോ മാത്രം കാണരുത്, ബാക്കിയുള്ള 2 വീഡിയോ കൂടി കണ്ട് ആ ലെസൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മുഴുവൻ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും കൂടി കാണുക. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.